egg ഞാനേ puffs. ഒന്ന് പഫ്സ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടോ. അപ്പോൾ അതേ നമ്മുടെ പഫ് പേസ്ട്രിയുടെ റെഡി റോൾഡ് പഫ് പേസ്ട്രി. ഇത് റോളായിട്ടാണ് കേട്ടോ, ഞാൻ ഓൾറെഡി ഇങ്ങനെ വിരിച്ചിട്ടേക്കുന്നതാണ് കാണുന്നത് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതിന് നമ്മൾ ആ കറക്റ്റ് ഒരു ഷേപ്പിൽ കട്ട് ചെയ്യാൻ പോകണേ. നമ്മുടെ ഈ ഒരു ഷീറ്റിൽ നമുക്ക് 8 പഫ്സ് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് കട്ട് ചെയ്യാം കേട്ടോ. നമ്മൾ ഓൾറെഡി അതിൻ്റെ സവോളയൊക്കെ വഴറ്റി മസാലയൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ ഇതിൽ കുറച്ച് എല്ലാത്തിലും വെക്കാൻ പോകണം. നമ്മളെല്ലാത്തിലേക്കും മുട്ട പറക്കി വെക്കാം കേട്ടോ. എളുപ്പമാണ് മടുക്കാൻ. ഇങ്ങനത്തെ പഫ് പേസ്റ്റ് റെഡിമെയ്ഡ് വാങ്ങിക്കുന്നതുകൊണ്ട് നമുക്കത് വളരെ അരമണിക്കൂർ കൊണ്ട് നമുക്കിത് ചെയ്ത് തീർക്കാൻ പറ്റും കേട്ടോ. ഇങ്ങനെ മടക്കുക, ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എല്ലായിടത്തും ഇങ്ങനെ കൈ കൊണ്ട് തന്നെ അത് ഒട്ടിക്കോളും കണ്ടോ. ഇങ്ങനെ ഇതാ ഇവിടെ എല്ലാം മടക്കി വെച്ചു കേട്ടോ. ഈ പഫ് പേസ്റ്റിയുടെ ഈ റെഡിമെയ്ഡ് പഫ് റോൾ ഉണ്ടല്ലോ, നമുക്ക് ഇഡിലും അസ്റ്റലൊക്കെ കിട്ടും. ഇഡിലപ്പം ചെന്നാലും ഉണ്ടാവേ 1.25 പൗണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ പുറത്ത് നമുക്ക് ഒരു മുട്ട അടിച്ചത് ഒന്ന് പരട്ടി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ മുട്ട എടുത്ത് ബീറ്റ് ചെയ്യാം കേട്ടോ. ഒരു പണിക്ക് ഞാൻ ബീറ്റൊക്കെ എടുത്ത് ബീറ്റ് ചെയ്യണം. ഒരു മുട്ടയോടെ നമുക്ക് കൊണ്ടുകൊണ്ട് ബീറ്റ് ചെയ്യാം. ശരിയുള്ളതുകൊണ്ട് ഞാൻ ഇതുകൊണ്ട് ബീറ്റ് ചെയ്യണം. നല്ല രസമല്ലേ? നന്നായിട്ട് ബീറ്റ് ചെയ്ത് കേട്ടോ. നമ്മളെല്ലാവരും എല്ലാത്തിൻ്റെ പുറത്ത് കൂടെ താഴെ കൂടെയൊക്കെ ബ്രഷ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ആക്ച്വലി ഗൈസ് ഞാനത് എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. ഓവനുണ്ട്, പക്ഷേ ഞാൻ എയർ ഫ്രയറിലാണ് മിക്കവാറും ചെയ്യാറ്. ഇതിനകത്ത് കുത്തി നിറച്ച് വെച്ചിട്ട് എൻ്റെ ഒരു ദുർമോഹം വ്യാമോഹം എന്നൊക്കെ പറയാൻ റെഡി ആവാൻ വേണ്ടിയിട്ട് നമുക്ക് നോക്കാം. മറിച്ചിട്ടൊക്കെ കൊടുക്കും, നമുക്ക് വയ്ക്കാം കേട്ടോ. ഒരു 200 15 മിനിറ്റ്സ് വെച്ചിട്ടുണ്ട്. ഇടയ്ക്കാണെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കും കേട്ടോ. അതാ നമ്മളൊരു 13 മിനിറ്റ് കഴിഞ്ഞപ്പോഴുള്ള സിറ്റുവേഷൻ ഏകദേശം ഫ്രണ്ടൊക്കെ നല്ലതായിട്ട് നല്ല ക്രിസ്പി ആയിട്ടോ. നമുക്ക് ബാക്കിലേക്ക് ഞാൻ മറിച്ചു കേട്ടോ. നമ്മൾ മറിച്ചിട്ടോ. അപ്പോൾ ഇതാണ് അവസ്ഥ കേട്ടോ. അപ്പോൾ ഇനി വെക്കോട്ടെ. നമ്മുടെ ബാക്ക് സൈഡ് ഇങ്ങനെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ പപ്സ് അപ്പം നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കുത്തി കെട്ടി വെച്ചതുകൊണ്ടാണ് ഈ സൈഡൊക്കെ ആവാത്തത്. അല്ലെങ്കിൽ അതും ഒരു 4-5 നമ്മുടെ എയർ ഫ്രയറിൻ്റെ കപ്പാസിറ്റി ഞാൻ ഒറ്റയ്ക്കെല്ലാം റെഡി ആയിട്ടുണ്ട് അങ്ങനെ. പക്ഷേ അത് ഓക്കെയാണ് കേട്ടോ.